So the pressure exerted by a liquid column increases with the increasing height, isn't it? ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്താൽ ആ ലിക്വിഡ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറും ഇൻക്രീസ് ചെയ്യും. ദെൻ ദ ത്രസ്റ്റ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ബൈ എ ലിക്വിഡ് ഈസ് ലിക്വിഡ് പ്രഷർ, isn't it? Then liquids exert force on all sides of the container in which they are taken. സോ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ലിക്വിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ എല്ലാ സൈഡ്സിലേക്കും ഈക്വൽ ആയിട്ട് ആ ലിക്വിഡ് പ്രഷർ എക്സേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ ഫ്രം ദ എക്സ്പെരിമെൻറ്റ്സ് വി ഹാവ് ഡൺ, we list the factors influencing liquid pressure, isn't it? So what are the factors influencing liquid pressure? First one is height of the liquid column H and the second one is density of the liquid, isn't it? So liquid column height increase ചെയ്താൽ liquid pressure increase ചെയ്യും. Then liquid ന്റെ density increase ചെയ്താലും liquid pressure increase ചെയ്യും. Okay, if the height of the liquid column H and density of the liquid D and the acceleration due to gravity G, then the liquid pressure is P equal to H into D into G, where H is the height of the liquid column, D is the density of the liquid and G is the acceleration due to gravity, isn't it? So ഇതാണ് ലിക്വിഡ് പ്രഷറിൻ്റെ ഇക്വേഷൻ അല്ലേ, P equal to H into D into G, isn't it? Then we discussed about atmospheric pressure, isn't it? So atmospheric pressure എന്ന് പറഞ്ഞാൽ ഗ്യാസസ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറാണ് അല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ചത് സോളിഡ്സ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറാണ്, ദെൻ ലിക്വിഡ്സ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ പഠിച്ചു, ദെൻ ലാസ്റ്റ് വൺ ഗ്യാസസ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ, ഇസ്ന്റ് ഇറ്റ്? സോ വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? സോ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിരുന്നു അല്ലേ. ഒരു ബോട്ടിലേക്ക് പേപ്പർ കത്തിച്ചിട്ട ശേഷം ഒരു ബനാന പീൽ ചെയ്തിട്ട് അതിൻ്റെ മൗത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ ബോട്ടിൽ ക്ലോസ് ചെയ്തു അല്ലേ. സോ ആ എക്സ്പെരിമെൻ്റിൻ്റെ ഒബ്സർവേഷനൊക്കെ നമ്മൾ ഫൈൻഡ് ചെയ്താണ് അല്ലേ. ദെൻ ഫൈനലി വി ഡിഫൈൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. The weight of the air column over unit area of the Earth's surface is atmospheric pressure, isn't it? An envelope of air surrounds the Earth. This is the Earth's atmosphere. The density of atmospheric air near the surface of the Earth is greater and it decreases as we go up. Hence, atmospheric pressure decreases as we go up. That is, നമ്മുടെ എർത്ത് സർഫസിൽ നിന്നും അപ്വാർഡ്സിലേക്ക് പോകുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും, isn't it? സോ എർത്തിൽ നിന്നും മുകളിലോട്ട് പോകുന്തോറും പ്രഷർ ഡിക്രീസ് ചെയ്യും, അതുപോലെ തന്നെ എർത്തിൽ നിന്നും താഴോട്ട് പോകുന്തോറും പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ ഡെയിലി ലൈഫിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ നോക്കി അല്ലേ. സോ എന്തായിരുന്നു ഡെയിലി ലൈഫിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ്? ഫസ്റ്റ് വൺ ഈസ് ഡ്രിങ്കിങ് ജ്യൂസ് യൂസിങ് എ സ്ട്രോ അല്ലേ. നമ്മൾ ഒരു ജ്യൂസ് കുടിക്കുന്ന സമയത്ത് സ്ട്രോ യൂസ് ചെയ്യാറുണ്ട്. സോ ആ സ്ട്രോയിലൂടെ നമ്മൾ മുകളിലോട്ട് വലിക്കുന്ന സമയത്ത് ജ്യൂസ് ആ സ്ട്രോയിലൂടെ നമ്മുടെ വായയ്ക്ക് എത്തും. സോ ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഡെയിലി ലൈഫിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ യൂസ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ എക്സ്പ്ലനേഷനും ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, isn't it? സോ എല്ലാവരും അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ദെൻ എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ഗിവൺ ബിലോ. ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ റീസൺസ് ഇൻ യുവർ സയൻസ് ഡയറി. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റീസൺസും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാണ്. എല്ലാവരും നോട്ടിലേക്ക് എഴുതിയെടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ഫസ്റ്റ് സിറ്റുവേഷൻ ഈസ് ആസ്ട്രോണറ്റ്സ് വെയർ സ്പെഷ്യലി ഡിസൈൻഡ് ക്ലോത്ത്സ്. ദെൻ ആസ് മൗണ്ടനേഴ്സ് ക്ലൈംബ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് ദർ ഈസ് ദ പോസിബിലിറ്റി ഓഫ് നാസൽ ബ്ലീഡിംഗ്. ദെൻ ഫിക്സിംഗ് റബ്ബർ സക്കേഴ്സ് ഓൺ പോളിഷ്ഡ് സർഫസസ്. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നാണ്. സോ എല്ലാവരും അത് കണ്ടിട്ട് നന്നായിട്ട് പഠിക്കാം കേട്ടോ. ദെൻ അവർ ലാസ്റ്റ് ടോപ്പിക് ഈസ് ലെറ്റ്സ് മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെയാണ് മെഷർ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചത് അല്ലേ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്ന ഡിവൈസിൻ്റെ പേരാണ് ബാരോമീറ്റർ. ഓക്കെ, മെർക്കുറിക് ബാരോമീറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ പേര്. ഓക്കെ, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ബാരോമീറ്റർ. ഓക്കെ, the weight of an air column above unit area on the surface of Earth at sea level is considered as 1 atmospheric pressure. So 1 atmospheric pressure എന്ന് പറഞ്ഞാൽ എന്താണ്? The weight of the air column above unit area on the surface of Earth at sea level is considered as 1 atmospheric pressure. Okay, so what is 1 atmospheric pressure എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. This is equivalent to the weight of mercury column of height 0.67 meter, that is 76 centimeter, and unit area of 1 meter square. This is standard atmospheric pressure.
ദ യൂണിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ബാർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബാർ ആണ്. ഓക്കെ, BAR. ക്ലിയർ. സോ ഇതോടുകൂടി നമ്മുടെ തേർഡ് ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു അല്ലേ. ദെൻ വി സ്റ്റാർട്ടഡ് ഓർ ഫോർത്ത് ചാപ്റ്റർ മാഗ്നറ്റിസം, ഇസ്ന്റ് ഇറ്റ്? സോ ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ മാഗ്നറ്റ്സിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. സോ മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, നോർത്ത് പോളും സൗത്ത് പോളും. ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സും നമ്മൾ പഠിച്ചു അല്ലേ. ഡിഫറെൻറ്റ് ഷേപ്പുള്ള മാഗ്നറ്റ്സ്, ബാർ മാഗ്നറ്റ്, മാഗ്നറ്റിക് നീഡില്, യു മാഗ്നറ്റ്, ഒ മാഗ്നറ്റ്, ദെൻ ഡിസ്ക് മാഗ്നറ്റ് അല്ലേ. ഒ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ സർക്കുലാർ മാഗ്നറ്റ്. ഓക്കെ, സോ ഡിഫറെൻറ്റ് ഷേപ്പുള്ള മാഗ്നറ്റിനെ കുറിച്ച് പഠിച്ചു. ദെൻ ഒരു ബാർ മാഗ്നറ്റ് ഒരു സ്ട്രിങ്ങിൽ കെട്ടിയിട്ട് സസ്പെൻഡ് ചെയ്താൽ അത് എർത്തിൻ്റെ നോർത്ത് സൗത്ത് പൊസിഷനിലാണ് അലൈൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ മാഗ്നറ്റിക് കോമ്പാസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. വാട്ട് ഈസ് മാഗ്നറ്റിക് കോമ്പാസ്? Compass is a magnetic needle arranged in such a way that it can rotate freely inside an aluminium or plastic case. When placed on a horizontal surface, the magnetic needle in it comes to rest quickly in the north-south direction. Hence, this instrument is used to find the direction. Okay. സോ മാഗ്നറ്റിക് കോമ്പാസിനുള്ളിൽ ഒരു അലൂമിനിയം നീഡിൽ ഉണ്ടായിരിക്കും. സോ ആ അലൂമിനിയം നീഡിലിൻ്റെ ഒരു എൻഡിൽ റെഡ് കളറായിരിക്കും, ഓപ്പോസിറ്റ് എൻഡിൽ ബ്ലൂ കളറായിരിക്കും, ഇസ്ന്റ് ഇറ്റ്? സോ റെഡ് കളർ നോർത്തിനെയും ബ്ലൂ കളർ സൗത്തിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു മാഗ്നറ്റിക് കോമ്പാസ് ഒരു ടേബിളിൽ വെറുതെ വെച്ചാൽ അത് എങ്ങനെയാണ് അലൈൻ ചെയ്യുക? എർത്തിൻ്റെ നോർത്ത് സൗത്ത് പൊസിഷനിലാണ് ആ നീഡിൽ അലൈൻ ചെയ്യുക അല്ലേ. അതായത് എർത്തിൻ്റെ നോർത്ത് ഡയറക്ഷനിലേക്ക് ആ നീഡിലിൻ്റെ റെഡ് കളറും എർത്തിൻ്റെ സൗത്ത് ഡയറക്ഷനിലേക്ക് ആ നീഡിലിൻ്റെ ബ്ലൂ കളറുമാണ് ഡയറക്റ്റ് ചെയ്യുക, ഇസ്ന്റ് ഇറ്റ്? ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് എർത്ത് ആസ് എ മാഗ്നറ്റ്. നമ്മുടെ എർത്തും ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോ എർത്തിന് ജോഗ്രഫിക് നോർത്തും ജോഗ്രഫിക് സൗത്തും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. സോ എർത്തിൻ്റെ ജോഗ്രഫിക് നോർത്താണ് അതിൻ്റെ മാഗ്നറ്റിക് സൗത്തായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ജോഗ്രഫിക് സൗത്താണ് അതിൻ്റെ മാഗ്നറ്റിക് നോർത്തായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. സോ ഒരു മാഗ്നറ്റ് ഒരു സ്ട്രിങ്ങിൽ കെട്ടിയിട്ട് സസ്പെൻഡ് ചെയ്താൽ അതിൻ്റെ നോർത്ത് പോള് എർത്തിൻ്റെ ജോഗ്രഫിക് നോർത്തിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് അവിടെയായിരിക്കും എർത്തിൻ്റെ മാഗ്നറ്റിക് സൗത്ത് പോള്, ഇസ്ന്റ് ഇറ്റ്? ദെൻ ആ ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോള് എർത്തിൻ്റെ ജോഗ്രഫിക് സൗത്ത് പോളിലേക്കായിരിക്കും ഡയറക്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്ത് പോള്. ഓക്കെ, അതായത് ജോഗ്രഫിക് നോർത്തിൻ്റെ ഭാഗത്ത് അതിൻ്റെ മാഗ്നറ്റിക് സൗത്ത് ആയിരിക്കും, ദെൻ ജോഗ്രഫിക് സൗത്തിൻ്റെ ഭാഗത്ത് അതിൻ്റെ മാഗ്നറ്റിക് നോർത്ത് ആയിരിക്കും. ക്ലിയർ? സോ എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കാം കേട്ടോ. ദെൻ ഒരു ഹാക്സോ ബ്ലേഡ് എങ്ങനെയാണ് മാഗ്നറ്റാക്കി കൺവേർട്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ദെൻ ആ ആക്സോ ബ്ലേഡ് എത്ര ചെറിയ പീസസ് ആക്കിയാലും അതിൻ്റെ പോൾസ് ചേഞ്ച് ചെയ്യില്ല എന്നും നമ്മൾ പഠിച്ചു അല്ലേ. ദാറ്റ് ഈസ് എവറി മാഗ്നറ്റ് ഹവർ സ്മാൾ ഇറ്റ് മേ ബി ഹാസ് 2 പോൾസ്, ഇസ്ന്റ് ഇറ്റ്? ഏതൊരു മാഗ്നറ്റിനും 2 പോള് എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ. മേക്കിംഗ് എ മോണോപോൾ മാഗ്നറ്റ് ഹാസ് നോട്ട് യെറ്റ് ബീൻ പോസിബിൾ. ഒരു പോള് മാത്രമുള്ള മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ല, ഇസ്ന്റ് ഇറ്റ്? ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് മാഗ്നറ്റിക് ഫീൽഡ്, ഇസ്ന്റ് ഇറ്റ്? സോ വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്? The region around a magnet is called a magnetic field, isn't it? സോ ഒരു മാഗ്നറ്റിന് അറൗണ്ട് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നോർത്ത് പോൾ ടു സൗത്ത് പോൾ അല്ലേ. മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്ത് പോളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നത്, isn't it? Then we discussed about magnetic flux density. Magnetic lines of force are experienced in all dimensions around a magnet. That is, ഒരു മാഗ്നറ്റിന് അറൗണ്ട് ആയിട്ട് എല്ലാ ഡയമെൻഷൻസിലേക്കും അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ദെൻ വാട്ട് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? The number of magnetic lines of force passing normal to unit area is the magnetic flux density of that region, isn't it? Then നോർത്ത് പോളും റിപ്പിൽ ചെയ്യുന്നു നമുക്കറിയാം അല്ലേ. അതായത് 2 ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾസ് അടുത്ത് വെച്ചാൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് റിപ്പിൽ ചെയ്ത് പോകും, ഇസ്ന്റ് ഇറ്റ്? ദെൻ ഒരു നോർത്ത് പോളും സൗത്ത് പോളും അടുത്തടുത്ത് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് മൂവ് ചെയ്യും അല്ലേ. സോ വി ഡിസ്കസ്ഡ് അബൌട്ട് പെക്യുലാരിറ്റീസ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, isn't it? So what are the peculiarities of magnetic field lines? Magnetic lines of force do not intersect one another. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പരസ്പരം കൂട്ടിമുട്ടുന്നില്ല അല്ലെങ്കിൽ അത് പരസ്പരം ബ്രേക്ക് ചെയ്യുന്നില്ല. ക്ലിയർ? ദെൻ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ബെൻഡ് സൈഡ്വേസ് വെൻ ലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ്സ് കം നിയർ ഈച്ച് അതർ. അതായത് ലൈക്ക് പോൾസ് അടുത്തടുത്ത് വെച്ചാൽ എന്ത് ചെയ്യും? അത് റിപ്പൽ ചെയ്ത് പോവും അല്ലേ. അതായത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ബെൻഡ് ചെയ്ത് പോവും, isn't it? Then when unlike poles of magnets come close to each other, the path of the magnetic lines of force is from the north pole
ഓഫ് വൺ മാഗ്നറ്റ് ടു ദ സൗത്ത് പോൾ ഓഫ് ദി അതർ മാഗ്നറ്റ്, ഇസിൻറ്റ് ഇറ്റ്? അതായത് അൺലൈക്ക് പോൾസ് അടുത്തടുത്ത് വെച്ചാൽ ആ പോൾസ് അട്രാക്ട് ചെയ്യും. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പാസ് ചെയ്യും, അല്ലേ? ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ഇസിൻറ്റ് ഇറ്റ്? ദാറ്റ് ഈസ് മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ ലിസ്റ്റ് ചെയ്തു. വിച്ച് ആർ ദേ? അയൺ, കൊബാൾട്ട്, നിക്കൽ, ഇസിൻറ്റ് ഇറ്റ്? Then our next topic was magnetic induction, isn't it? So what is magnetic induction? The phenomenon of a magnetic substance acquiring magnetism due to the presence of a magnet is magnetic induction. The magnetic force acquired by the magnetic substance is the induced magnetism, isn't it? So ഒരു മാഗ്നറ്റ് കാരണം ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് മാഗ്നറ്റിസം കിട്ടുന്ന ഫിനോമിനൻ ആണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ, isn't it? Then the magnetic force acquired by the magnetic substance is the induced magnetism. Then ആ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് മാഗ്നറ്റിക് ഫോഴ്സ് അക്വയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ദെൻ ഒരുപാട് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഫൈൻഡിങ്സ് എല്ലാം കിട്ടിയത്. ദെൻ വെദർ അണ്ടർ കോണ്ടാക്ട് ഓർ വിത്തൗട്ട് കോണ്ടാക്ട് ദ പൊളാരിറ്റി ഓഫ് ദ മാഗ്നറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡക്ഷൻ വിൽ ബി ലൈക്ക് പൊളാരിറ്റി അറ്റ് ദ ഫാർദർ എൻഡ് അൺലൈക്ക് പൊളാരിറ്റി അറ്റ് ദ നിയറർ എൻഡ്. സോ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിലേക്ക് ഒരു നെയിൽ വെക്കുകയാണെങ്കിൽ ആ നോർത്ത് പോളുമായി കോണ്ടാക്റ്റിലുള്ള നെയിലിൻ്റെ എൻഡിൽ സൗത്ത് പോളും അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ നോർത്ത് പോളുമായിരിക്കും, അല്ലേ? ഇനി അത് കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും, ദാറ്റ് ഈസ് ആ മാഗ്നറ്റിൽ നിന്നും ആ നെയിൽ റിമൂവ് ചെയ്തിട്ട് അതിനെ അടുത്ത് വെച്ചാൽ പോലും ആ നോർത്ത് പോളിനടുത്തുള്ള നെയിലിൻ്റെ എൻഡിൽ സൗത്ത് പോളായിരിക്കും ഉണ്ടായിരിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് പോളിൽ നോർത്ത് പോളുമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മൾ ലാസ്റ്റായിട്ട് പഠിച്ചത്, അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, സോ സി യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.